ഇതൊരു മൂകാംബിക അമ്പലത്തിലോട്ടുള്ള യാത്രയാണ്. സാധാരണ നമ്മൾ മൂകാംബിക അമ്പലത്തിലോട്ട് ഒരു 7:45 മണി 8 മണി കഴിഞ്ഞാൽ പിന്നെ ബൈന്ദൂർ എന്ന സ്ഥലത്ത് നിന്ന് ബസ്സുകളില്ല. അപ്പോൾ എത്തിയത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു ഓട്ടോ സംഘടിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഹൈവേ നിന്ന് കട്ട് ചെയ്ത് നേരെ കൊല്ലൂർ റോഡിലോട്ട് കയറി. ബൈന്ദൂരിൽ നിന്ന് 28 കിലോമീറ്ററാണ് അപ്രോക്സിമേറ്റ്ലി നമ്മൾക്ക് കൊല്ലൂർക്കുള്ളത്. അതിൽ ഏറിയ പങ്കും മൂകാംബിക ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വീഡിയോയുടെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഈ സമയത്ത് അങ്ങനെ ഈ ഓട്ടോ എടുത്ത് മൂകാംബിക്ക് ഈ 10 മണിക്ക് ശേഷം എനിക്ക് 11:30 മണിയാണെന്ന് തോന്നുന്നു. അവിടെ എത്തുമ്പോൾ 12 മണി കഴിഞ്ഞു. അങ്ങനെ പോകുന്ന ആൾക്കാർ കുറവാണ്. ഒരുപക്ഷെ എനിക്ക് ഇനി ലൈഫിൽ ഇങ്ങനത്തെ ഒരു യാത്ര ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് കവർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റോഡുകളും ആ കാലിൻ്റെ വഴികളും ഓട്ടോറിക്ഷക്കാരൻ്റെ ഗ്ലാസ്സിലൂടെ എങ്ങനെ ഇരിക്കും എന്നും കൂടി കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതുവെ ഇവിടെ ഒരു 9 മണി കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ വളരെ കുറവാണ്. കുറച്ച് വണ്ടികൾ ഇപ്പോൾ ഷിമോഗയോ അല്ലെങ്കിൽ ചിക്കമംഗ്ലൂരൊക്കെ പോയി വരുന്ന ടാക്സി അല്ലെങ്കിൽ മൂകാംബിയിൽ ഡ്രോപ്പിങ് വന്ന തികച്ചും സമയം തെറ്റി വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഉദ്ദേശിച്ച് നിൽക്കുന്ന ടാക്സിക്കാരെന്താ റെയിൽവേ സ്റ്റേഷനിലൊക്കെ. അപ്പോൾ അവർ ഡ്രോപ്പ് ചെയ്ത് വരുന്നവരൊഴികെ വണ്ടി അതിൽ കൂടി പാസ് ചെയ്യുന്നത് അപൂർവമാണ്. കാരണം മൂകാംബിയിൽ ചെക്ക് ഇൻ ടൈം 12 മണിയും ചെക്കൗട്ട് 2 മണിയാണ്. പിന്നെ പിറ്റേ ദിവസം ഒരിക്കൽ ഇതിൽ കൂടി രാവിലെ ആയിരിക്കും പാസിങ് ഉള്ളത്. അപ്പം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള, അതും നമ്മൾ 2 പേര് മാത്രമായിട്ടുള്ള യാത്ര, അസമയത്തുള്ള യാത്ര. അപ്പം അതൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മൂകാംബി കാടുകളെ പറ്റി പറയുമ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂകാംബി കാട്ടിൽ കടുവകളുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എന്നല്ലാണ്ട് ആരെയും അങ്ങനെ ശല്യം ചെയ്യലോ അങ്ങനെ ആക്രമിച്ച ചരിത്രമില്ലെന്നാണ് പറയുന്നത്. പിന്നെ സാധാരണ പോലെ മാനും മറ്റുള്ള ചെറിയ മൃഗങ്ങളും, പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് പാമ്പുകൾ, രാജവെമ്പാല് ഇടയ്ക്ക് ക്രോസ് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പം ഈ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പകൽ സമയത്ത് നമ്മൾ രാവിലെ പോകുമ്പോഴൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഏറെ പങ്കും കാടുകളിൽ കൂടെ പോകണം. കുറച്ച് നമ്മൾ ഗ്രാമങ്ങളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് മൂകാംബിക അമ്പലത്തിലോട്ട് വരുമ്പോഴുള്ള കവാടം. അത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇടത്തെ വശത്തൊരു വനദുർഗ ക്ഷേത്രമുണ്ട്. ഇത് മൂകാംബിക പ്രൈവറ്റ് സ്റ്റാൻഡ് എത്തി കുറച്ചുകൂടി തിരിഞ്ഞാൽ സൗകര്യം തിരിഞ്ഞ വഴിയായി. അവിടെ നിന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ മൂകാംബിക അമ്പലവും കാണാം. അങ്ങനെ വീണ്ടും ഒരു മൂകാംബിയിൽ എത്താനൊരു ഭാഗ്യമുണ്ടായി. ആ യാത്ര ഓട്ടോയിലായിരുന്നു. അത് ഷെയർ ചെയ്തു. താങ്ക് യു.